മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെ സവിശേഷ ദുരന്തമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപയും ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപ വീതം നൽകും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കാനുണ്ടായത്. സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് അതിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശം ക്യാബിനറ്റ് നിശ്ചയിച്ചനുസരിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ ദുരന്തമായി അത് പ്രഖ്യാപിക്കേണ്ടത്. ഇതിൻ്റെ ഭാഗമായി മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുക ലഭ്യമാകും. അതിനു പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി SDRFൽ നിന്ന് കിട്ടുന്ന പണത്തിന് പുറമെ CMDRFൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി നൽകും. പരിക്കേറ്റവരെ 6 മാസക്കാലത്തേക്ക് സർക്കാരോ സ്വകാര്യ ആശുപത്രിയിലോ ചികിത്സ ചെയ്യേണ്ടി വരുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവുകൾ സർക്കാർ എടുക്കാൻ നിശ്ചയിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര സഹായമായി 2 ലക്ഷം രൂപ അനുവദിച്ചു. ഇവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാകും അന്വേഷണം നടത്തുക. ജില്ലാ ഭരണകൂടത്തിന് അടിയന്തര ആവശ്യങ്ങൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചു. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി DNA പരിശോധന നടത്താൻ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സംഘം തൃശൂരിലെത്തിയിട്ടുണ്ട്. അതേസമയം പാലക്കാട് മുതലമടയിലുള്ള പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ടുപുരയ്ക്ക് പാലക്കാട് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ നടക്കുന്ന ചർച്ചയിൽ തീരുമാനിക്കും. ചർച്ച ചെയ്ത ഗൗരവമേറിയ പ്രശ്നം ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കുക എന്നത് തന്നെയാണ്. അതിന് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കാൻ സഹായിക്കുന്ന തരത്തിൽ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘത്തെ ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചു. അവരുടെ എല്ലാ നേതൃത്വത്തിൽ ICUയിൽ കഴിയുന്നവരെയും അതിന് വെളിയിൽ കഴിയുന്നവരെയും ഏറ്റവും നല്ല ഉയർന്ന പരിചരണം ഉറപ്പാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തുടർന്നും അതിനാവശ്യമായ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന സുപ്രധാനമായ തീരുമാനമാണ് പൊതുവിലെടുത്തിട്ടുള്ളത്. അതിൽ ഒരുപക്ഷെ ഇപ്പോൾ ICUയിൽ കഴിയുന്ന ആളുകളിൽ പലരെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നവരുണ്ട് എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിനനുസരിച്ചുള്ള ടീം, പ്ലാസ്റ്റിക് സർജന്മാർ, മറ്റ് വിദഗ്ധ ടീമുകൾ എല്ലാം തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞു. പൊതുവിൽ ഇന്നലെ നമ്മൾ കണ്ട ഒരു രംഗം, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഒരു മാസ് കാഷ്വാലിറ്റി കൈകാര്യം ചെയ്യുന്ന രംഗത്ത് അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്തിരുന്നത് എന്നത് എടുത്തു പറയുകയാണ്. ഇന്നലെ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരേ രൂപത്തിൽ പ്രിൻസിപ്പലിൻ്റെയും സൂപ്രണ്ടിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന രംഗം കണ്ടു. രാത്രിയായപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയും എത്തിച്ചേർന്നു. അങ്ങനെ എല്ലാ നിലയിലും ആരോഗ്യവകുപ്പ് കൃത്യമായി ഈ കാര്യത്തിൽ ശ്രദ്ധ വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ട്. 14 പേരായിരുന്നു മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നു. ഇതിലൊരാൾ സ്വയം സ്വകാര്യ മേഖലയിൽ പോവുകയുണ്ടായി. ബാക്കി 13 പേരാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് CCV. നിങ്ങളുടെ സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിനും അണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേർത്തല.